ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്നാനമേറ്റതിനു ശേഷം യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചു. തുടർന്ന് സാത്താനാൽ യേശുവിന് 3 പരീക്ഷകളെ നേരിടേണ്ടി വന്നു. അതിൽ 2ാമത്തെ പരീക്ഷയാണിത്. ഈ പരീക്ഷയിൽ സാത്താൻ കർത്താവിൻ്റെ സ്വഭാവത്തെ പരീക്ഷിക്കുകയാണ്. അതായത് സാത്താൻ യേശുവിനെ യെരുശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുപോയി. നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, അതായിരുന്നു സാത്താൻ്റെ പ്രലോഭനം. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശുവിനോട് പറഞ്ഞു. എന്നാൽ യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ പാപ സ്വഭാവ നിമിത്തം നാം ദൈവത്തെ പല വിധത്തിൽ പരീക്ഷിക്കുന്നു. നമ്മുടെ തിന്മ കൊണ്ട് നാം ദൈവത്തിൻ്റെ ദീർഘക്ഷമയെയും പരീക്ഷിക്കുന്നു. നമ്മുടെ പാപനിമിത്തം ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ നരകമാണ്. ആ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു മാനവജാതിയുടെ പാപശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപക്ഷമ ലഭിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന രക്ഷയെ തിരസ്കരിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ അവർ പരീക്ഷിക്കുന്നു. അവർ തനിക്ക് വേണ്ടി തന്നെ നാശം തിരഞ്ഞെടുക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാം ദൈവത്തെ പരീക്ഷിച്ചുകൂടാ.